ഇടുന്ന ഒരു കേസ് പിടിച്ചാൽ 2500 പോക്കറ്റിലാണ്. 50,000 വരെ ഫൈനുണ്ട്. 50,000-ൻ്റെ ഒറ്റ കേസ് പിടിച്ചാൽ പിന്നെ ഒരാഴ്ച ജോലിക്ക് പോയില്ലെങ്കിൽ. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഒരു നമസ്കാരം. അങ്ങ് നൽകുന്ന ഈ ഓഫറുണ്ടല്ലോ, 50,000 2,500 എന്നൊക്കെ പറയുന്നത് നിയമവിരുദ്ധമായ ഒരു ഓഫറാണ്. അതായത് അങ്ങയുടെ ഗവൺമെൻറ്റാണ് 2020 ഒറ്റത്തവണ ഉപയോഗിക്കുന്ന 50 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക്കുകൾ നിരോധിച്ചത്. അന്ന് ഞങ്ങളൊക്കെ സന്തോഷിച്ചു. അന്ന് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നതൊക്കെ നമ്മളെ സ്വന്തം സഞ്ചി കൊണ്ടൊക്കെ പോയി മേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പേപ്പർ കൂടുതൽ ഉണ്ടാക്കി കൊടുത്തു, സൗജന്യമായിട്ടുണ്ടാക്കി കൊടുത്തു. പക്ഷേ ഇന്ന് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ന് പോയിരിക്കുന്ന 50 മൈക്രോണിൽ പോയ സാധനങ്ങൾ അതിനേക്കാൾ കൂടുതലായ രീതിയിലേക്ക് മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളതിൻ്റെ ബ്രാൻഡ് ഓണേഴ്സിനും അതുപോലെ തന്നെ അതിൻ്റെ നിർമ്മാതാക്കൾക്കും ഹോൾസെയിൽ പാർട്ടിക്കും അവിടെ നിന്നൊക്കെ നിങ്ങൾ കാശ് മേടിച്ചു. ആ കാശ് മേടിച്ചതിൻ്റെ ഔദാര്യമായിട്ടാണ് നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് മൗനാനുവാദം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇത് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ കുറയാണ്? നമ്മൾ പഞ്ചായത്തിൽ ചെന്ന്, മുനിസിപ്പാലിറ്റിയിൽ ചെന്ന്, കോർപ്പറേഷൻ ചെന്ന് പ്ലാസ്റ്റിക്കുകളുടെ കൂമ്പാരമാണ്. ഏത് പ്ലാസ്റ്റിക്കാണ്? നിരോധിത പ്ലാസ്റ്റിക്. മറ്റേത് പിന്നെ പോട്ടെ. ഈ നിരോധിത പ്ലാസ്റ്റിക്കിന് അനുവാദം കൊടുത്തത് ആദ്യ നിയമലംഘനം. രണ്ടാമത്തെ കാര്യം, പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾ തന്നെ അത് തിരിച്ചെടുക്കാനുള്ള വ്യവസ്ഥ ആക്ടിനകത്തുണ്ട്. ഇതെന്തിനാണ് അങ്ങത് മറച്ചു വയ്ക്കുന്നതിൻ്റെ കാര്യം എന്താ? ഇത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ശരിയായിട്ടൊന്ന് പഠിക്കുക. മുനിസിപ്പാലിറ്റീസ് ആക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മളതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് ആക്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് ഞങ്ങളോട് സംസാരിക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം ഓഫറുകളിട്ട് ജനങ്ങളെ വഞ്ചിതരാക്കരുത്. നിയമവിരുദ്ധമാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റോഡുകളിലൊക്കെ കൂട്ടി വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും കൂട്ടി വച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് സാധനങ്ങളുടെ ഫോട്ടോ എടുത്ത് നിങ്ങൾ തരികയാണെന്നുണ്ടെങ്കിൽ ഇത് പൈസ നിങ്ങൾ തരുമോ? ഇല്ലല്ലോ. പിന്നെ ഈ കൂട്ടിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് നമുക്കറിയാം, ടൺ കണക്കിന് സാധനങ്ങൾ നിങ്ങൾ ഇവർക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് നിങ്ങൾ പണം ഉണ്ടാക്കുകയാണ്. അത് മറ്റൊരു തട്ടിപ്പാണ്. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളിതിന് വേണ്ടിയിട്ട് പോരാടുകയാണ്. ഇത് പോരാടി അത് വിജയം കണ്ട ശേഷം മാത്രമേ നിർത്തുകയുള്ളൂ. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഇതൊരു വൻ തിരിച്ചടിയായിട്ട് നിങ്ങൾക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. താങ്ക് യു.